ഒരു എലിഫൻറ്റ് ചെയ്യാമോ ചേച്ചി? നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള മത്തൻ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് കേട്ടോ ഇത്. ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അറിയോ, ആനയോ ഞാനോ എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനൊരു തോട്ടായിരുന്നേ. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കമൻറ്റ് ചെയ്യുന്നവർ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റില്ല തോന്നുന്നൊരു കാര്യം ഞാനിതിൽ ട്രൈ ചെയ്തേ. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ നോക്കിയത് എലിഫൻറ്റ് പോട്ട് ഉണ്ടാക്കാനാണ്, പ്ലാൻ പോട്ട്. പക്ഷേ അത് അടപടലം പൊട്ടി, ക്ലേ ഒക്കെ പൊട്ടി മൊത്തത്തിൽ സീനായി. പിന്നെയാണ് ഈ ഒരു ക്യൂട്ട് ആനേനെ കണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നാലെ ഞാൻ എത്ര മണിക്കൂർ എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ എക്സ്പെരിമെൻറ്റ് ഇത്രയും പീക്കിലെത്തിക്കാൻ കാരണമായ ഈ കമൻറ്റ് ചെയ്ത സബ്സ്ക്രൈബറിനോട് ഒരുപാട് താങ്ക് യു കേട്ടോ. ചിലപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ട ആൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിയൽ എലിഫൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടുള്ള എലിഫൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് അത്രയും കഴിവില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യാമല്ലോ. ഈ ഒരു ക്യൂട്ട് അരക്കുട്ടനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പക്ഷേ ഇതിൽ ഒരു മിസ്സിങ് ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ചാനലുണ്ട്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഹോം മെയ്ഡ് സോയിൽ ക്ലേ വെച്ചിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് ക്ലേ കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിൽ ക്രാക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സോ അത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു ഫൈനൽ ലുക്കിൽ എത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ആക്ച്വലി എനിക്ക് ഈ ആനേനെ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പെയിൻറ്റ് ചെയ്യാത്തപ്പോഴാണ്. ഈ ബ്ലാക്ക് അടിച്ച സമയത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഒട്ടും വിസിബിളായി തോന്നുന്നില്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്, പെയിൻറ്റ് ചെയ്തതാണോ പെയിൻറ്റ് ചെയ്യാത്തതാണോ, അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അടുത്തത് നമ്മുടെ ക്ലേ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അതും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.